ഇന്നത്തെ വീഡിയോ തെരുവുനായ ആക്രമണത്തിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് CCTV വിഷ്വൽസ് വീണ്ടും വീണ്ടും കിട്ടാൻ തുടങ്ങി. ഒന്ന് നായകൾ മുറിയനെ ചാടിയിട്ട് ബൈക്ക് വീഴുന്നത്, അതേപോലെ തന്നെ നായ ഹോട്ടലിൽ കയറിയിട്ട് അലമ്പുണ്ടാക്കുന്ന കാര്യം. ഇതുവരെ ഇല്ലാത്ത ഓരോ യൂണിവേഴ്സാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം നായകൾ അത്രയും എന്താ പറയണ്ടേ അതിക്രമിച്ച് ഹോട്ടലിലൊക്കെ കയറാൻ തുടങ്ങി. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു, ഹോട്ടലിലേക്ക് കയറി പിന്നെ KVR ടവറിൻ്റെ അടുത്ത്, കണ്ണൂർ, ഇത് ഞാൻ കണ്ണൂരുള്ള കാര്യമാണ് പറയുന്നത്. KVR ടവറിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്ക് ഒരു നായ അതിക്രമിച്ച് കയറി. കാരണം അത്രയും എന്താ പറയണ്ട ആക്രമണ ടെൻഡൻസിയാണ് അത് കാണിക്കുന്നത്. ഒരു ആൾ വടിയെടുത്തിട്ട് പായ്ക്ക് മുമ്പിലും അത് പായുന്നില്ല. അയാളെ അത്രയും എന്താ പറയണ്ട ചെറുത്ത് നിൽക്കുന്ന ഒരു നായയാണ് അതിൽ കണ്ടത്. അപ്പോൾ അവിടെ എത്തി കാര്യങ്ങൾ. കാരണം നായകളാണെങ്കിലും ഒരുപാട് പെരുകിയാൽ പിന്നെ ആൾക്കാർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അത്രയും പിന്നെ തെരുവിൽ കൂടുതലായി, അത്രയും ഓവറായി എന്നുള്ളത് നമുക്ക് പറയാം. കാരണം ഓവറായത് കൊണ്ടാണ് നമുക്ക് ഷെൽട്ടർ ഹോമിലേക്കൊക്കെ ഇതിനെ കൊണ്ടുപോയാലും വീണ്ടും നായകൾ പിന്നെ ഓരോ ഭാഗത്തേക്ക് വീണ്ടും വരുന്നത്. കാരണം അവിടെ ആക്കിയ നായകളെ അല്ലാണ്ട് തന്നെ ഒരുപാടെണ്ണം പുറത്തേക്കൊക്കെ പിടിക്കാൻ പോകുമ്പം മുങ്ങിക്കളയുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ പട്ടിപിടുത്തക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ, ഷെൽട്ടർ ഹോമിലേക്ക് ആക്കുന്നവരൊക്കെ പോയി കഴിഞ്ഞാൽ, നായകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒളിച്ച് നിൽക്കുന്ന നായകളൊക്കെ വീണ്ടും വന്നിട്ട് ആ തെരുവുകൾ പിന്നെ ഭരിക്കും. അതായത് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ സ്ഥലമില്ലല്ലോ. നായകൾ എന്നാ പറയണ്ടേ പിന്നെ എന്താ പറയണ്ടേ അക്രമ സ്വഭാവമുള്ള നായകളൊന്നും പിടിക്കില്ല. അതെന്ന് വെച്ചാൽ വെറുതെ അവിടെ ഇവിടെയും കിടക്കുന്ന നായകളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ പോലത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് പിടിച്ചു കൊണ്ടുപോയി, അത്ര തന്നെ. ആ ഒരു എന്താ പറയണ്ടേ അങ്ങനെ ഉള്ള ഒരു പരിഹാരം മാത്രമാണ് ഇവർ കണ്ടുവരുന്നത്. അതായത് മുനിസിപ്പാലിറ്റിയും എന്താ പറയുക കോർപ്പറേഷനും ആരും ഒരു നടപടി എടുക്കുന്നില്ല. കാരണം അവർക്ക് നടപടി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ബ്ലോക്ക് ചെയ്ത് വിടുന്നുണ്ട് മൃഗസ്നേഹികൾ. കാരണം അങ്ങനെയാണ് ഇപ്പം കണ്ടുവരുന്നത്. കാരണം ഒന്നും ചെയ്യുന്നില്ലല്ലോ. കോർട്ട് ഓർഡർ വരെ എന്താ പറയണ്ടേ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ വരുന്നില്ല, ഒരു തീരുമാനം വരുന്നില്ല. അപ്പോൾ ഇനി എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും തെരുവുനായ ആക്രമണം ഉണ്ടെങ്കിൽ, ടൗണിലോ ഉണ്ടെങ്കിൽ ആ ലൊക്കേഷൻ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. കാരണം അവർ നടന്നുമൊക്കെ പോകുന്നതാണ്. പകുതി എല്ലാവർക്കും വാഹനങ്ങളൊന്നും കിട്ടും എന്താ പറയണ്ട, വാഹനങ്ങൾ എടുത്തിട്ടൊന്നും എല്ലാവരും ഒന്നും പോകില്ല, നടന്നു പോകേണ്ടവരാണ്. അതുപോലെ തന്നെ എന്താ പറയണ്ട, ജീവിക്കാൻ പാടുപെടുന്ന ആൾക്കാരെയൊക്കെയാണ് കടിച്ചു പറിക്കുന്നത്. കാറിലും മറ്റേ ഇതിലൊക്കെ പോകുന്ന ഇവർക്കൊന്നും പിന്നെ എന്താ പറയണ്ട, വെറുതെ സംസാരിച്ച് നിന്നാൽ മതി. മൃഗസ്നേഹികളായ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ പിന്നെ എന്താ പറയണ്ടേ വീട്ടിലെ നായകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനടി രാത്രിയൊക്കെ നട്ടപ്പാതിരൊക്കെ പോയിട്ട് ടൗണിലും മറ്റുള്ള വഴികളിലൊക്കെ ഇളക്കുന്നത് മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അതിനെ ചികിത്സിക്കൂല. എന്തെങ്കിലും ഒരു ഫംഗസ് ബാധയോ രോമം കഴിഞ്ഞാലോ ഉടനടി വേഗം പോയിട്ട് എന്താ പറയണ്ടേ തെരുവിലേക്ക് അങ്ങ് ഇളക്കും. പിന്നെ ഇതെവിടെയാവാനാ? ഇത്രയും സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് എന്താ പറയണ്ട അതിൻ്റെ ഒരു ആയുസ് എത്തുന്നവരെ നോക്കുകയല്ലേ വേണ്ടത്. അതല്ലേ ഒരു മാന്യത. അപ്പോൾ അതൊന്നും ചെയ്യില്ല. നമ്മളെപ്പോലുള്ള സംസാരിക്കുന്നവരുടെ വായി അടപ്പിച്ചിട്ട് എന്താ പറയണ്ട ഇനി ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത തരത്തിലാക്കിയിടും. ഇവിടെ